വചനജായ 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 വചനജായ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷം ഭോഷനായ ധനികന്റെ ഉപമയാണ്. ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നിലകൊള്ളുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ വന്ന് യേശുവിനോട് തൻ്റെ പിതൃസ്വത്ത് ന്യായമായി പങ്കിടുന്നതിൽ തന്നെ സഹായിക്കണം, യേശുവിൻ്റെ ഇടപെടൽ വേണം എന്ന് ആവശ്യപ്പെടുന്ന അവസരത്തിലാണ്. പിതൃസ്വത്ത് പങ്കുവയ്ക്കുന്നത് എപ്പോഴും പ്രശ്നകലുഷിതമായ ഒരു കാര്യമായിട്ട് എല്ലാ സംസ്കാരങ്ങളിലും തന്നെ നിലനിന്നിരുന്നു. പാലസ്തീനായിൽ പിതൃസ്വത്ത് എല്ലാ മക്കൾക്കും ഒരുപോലെയല്ല വിഭജിച്ചു കൊടുത്തിരുന്നത്. മൂത്തയാൾക്ക് ഇരട്ടി വിഹിതം കിട്ടുന്നു. മധ്യകാല യൂറോപ്പിലും ഈ പ്രഭുക്കന്മാർ എന്ന് പറയുന്നവരുടെ ഇടയിൽ, ഇപ്പോൾ നൈറ്റ്സ് എന്ന് വിളിക്കുന്നവർ, അവർക്കും ഒരുപോലെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ചില മക്കളൊക്കെ സൈനികമായ രീതിയിലാണ് നീങ്ങിയിരുന്നത്. നമ്മുടെ കേരളത്തിലെ നമ്പൂതിരി സംസ്കാരത്തിൽ തന്നെ ആ ജീവിതത്തിൽ അപ്പൻ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരുപോലെ ഇങ്ങനെ വീതിച്ച് കിട്ടിയിരുന്നില്ല. അവർക്ക് ഇങ്ങനെ ഒരു വെറ്റിലച്ചെല്ലം, വെള്ളി കെട്ടിയ ഒരു വടി, അങ്ങനെയൊക്കെയാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പിതൃസ്വത്ത് പങ്കുവയ്ക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നീതിയോടും വിവേകത്തോടും കൂടെ ചെയ്യേണ്ട ഒരു കാര്യം. അത് പക്ഷേ പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധങ്ങളുടെ കണ്ണികളെ അകറ്റിക്കൊണ്ട്, ചിലപ്പോൾ ജീവിതകാലത്തേക്കുള്ള ശത്രുത വരെ വരുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം നമുക്കിങ്ങനെ ശത്രുത സഹോദരന്മാരോടും സഹോദരിമാരോടുമൊക്കെ ഉണ്ടാവുമ്പോൾ, തമ്മിൽ അകലുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് വിചാരിക്കാവുന്ന ഒരു കാര്യം, അതിൻ്റെ കനൽ ഉള്ളിൽ കിടന്ന് നീറുമ്പോൾ, ഇത് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നില്ല, ഞാൻ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇതിന് തീർപ്പ് കൽപ്പിക്കുന്ന വിധം ഈ ഒരു കനൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാതെ തന്നെ ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നതാണ്. ആരും ആരോടും അന്യായമായ രീതിയിൽ വിധേയപ്പെട്ടു കൊടുക്കണം എന്ന് പറയുന്നില്ല. അതിന് ആർക്കും അവകാശമില്ല. എങ്കിലും വലിയ ഔദാര്യത്തോടും സഹോദര സ്നേഹത്തിൽ വലിയ ത്യാഗം കാണിച്ചും, അതേസമയം നീതിയോടും വിവേകത്തോടും കൂടി. വിവേകം എന്ന് പറയുമ്പോൾ ഒരു പറമ്പ് വിഭജിക്കുന്നെങ്കിൽ നേരത്തെ തന്നെ അതിൽ വഴിയൊക്കെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ പിന്നെയുള്ള തലമുറകൾക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, യേശു ഇതിൽ ഇടപെടുന്നില്ല. അവിടുന്ന് ഇതിന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ മോശ 2 പുസ്തകത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. യേശു ഇടപെടാത്തതിൻ്റെ കാരണം തൊട്ടു പിന്നാലെ പറയും, അത് ദ്രവ്യാഗ്രഹം മൂലമായിരുന്നു എന്നുള്ളതാണ്. ഉപമ ഇതിനുശേഷം യേശു മനോഹരമായൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. അവൻ പറയുന്നത്, അവൻ ചോദിക്കുന്നുണ്ട് ഇയാളോട്, ഹേ മനുഷ്യ, എന്നെ സ്വത്ത് ഭാവിക്കുന്നവനായി അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മധ്യസ്ഥം വഹിക്കുന്നവനായി ആര് നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു വളരെ മനോഹരമായ പാഠം നമുക്ക് നൽകുകയാണ്. അതിങ്ങനെയാണ്, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ശില പോലെ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിവാരമായിട്ട് മാറേണ്ട ഒരു വാചകമാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. യേശുവിൻ്റെ വചനമാണ്. സമ്പത്ത് കൊണ്ടാണ് ധന്യമാകുന്നതെങ്കിൽ വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ അത് പ്രാപ്യമാകുമായിരുന്നുള്ളൂ. മനുഷ്യജീവിതം, അതിൻ്റെ ധന്യത, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു സാഫല്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് സമ്പത്തിലല്ല എന്ന് യേശു ഉറപ്പിച്ചു പറയുകയാണ്. എന്നിട്ട് അതിമനോഹരമായ ഒരു ഉപമ അവിടുന്ന് നമുക്ക് നൽകുന്നു. ഉപമ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. വിളവ് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ഒരു ദാനം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് സംഭരിക്കുവാനും പറ്റണം. അതിൽ യാതൊരു തെറ്റും തന്നെയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ധനികന്റെ കൃഷിസ്ഥലമാണ് സമൃദ്ധമായ വിളവ് നൽകുന്നത്. അല്ലാതെ വിളവ് ലഭിച്ചത് കൊണ്ട് അയാൾ ധനികനായി തീരുകയല്ല,
ഓൾറെഡി അയാൾ ധനികനാണ്, അയാൾക്കാണ് സമൃദ്ധമായ ഒരു വിളവ് ലഭിക്കുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനെന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അയാൾ ഒരു ആത്മഗതം നടത്തുകയാണ്. ഞാനെന്തു ചെയ്യും? ആത്മഗതം എന്ന് പറയുന്നത് സോളിലോക്കി, അത് ലൂക്കാസ് സുവിശേഷകന്റെ ഉപമകളുടെ ഒരു പ്രത്യേകതയാണ്. അവിശ്വസ്തനായ കാര്യസ്ഥൻ തനിക്കൊരു ക്രൈസിസ് സംഭവിക്കുമ്പോൾ അയാൾ ആത്മഗതം ചെയ്യുന്നു. ഞാൻ എന്തു ചെയ്യും? എനിക്ക് കിളക്കാൻ ശക്തിയില്ല, ഭിക്ഷ എടുക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. ധൂർത്തപുത്രനൊരു ക്രൈസിസ് ഉണ്ടായി, അവൻ ചിന്തിച്ചു ഞാൻ എഴുന്നേൽക്കും, പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ആത്മഗതം, അവനവനോട് തന്നെയുള്ള സംസാരം പറയുന്നത്. അപ്പോൾ അവനവനോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യമാണ്. അതിൽ ഒരാളുടെ ഉള്ള് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ലൂക്കാസ് വിശേഷകൻ അങ്ങനെ ഒരാൾ ആത്മഗതം ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള സത്യസന്ധമായ കാര്യം തന്നെ പുറത്ത് കാട്ടുമ്പോൾ അതിൻ്റെ ആത്മഗതത്തിൻ്റെ വോളിയം അല്പം കൂട്ടിവെച്ച് നമ്മളെ അത് കേൾപ്പിക്കുകയാണ്. ഇയാൾക്ക് നല്ല വിളവ് ലഭിച്ചു. അപ്പോൾ എന്താണ് ഉടനെ ഉണ്ടാവേണ്ടത്? കൃതജ്ഞത ഉയരേണ്ടതാണ്. ഉടനെ തന്നെ വലിയ ആനന്ദം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇയാൾക്ക് ഉത്കണ്ഠയാണ് ഉണ്ടാകുന്നത്, ക്രൈസിസ് ആണ് ഉണ്ടാകുന്നത്. ഞാനെന്ത് ചെയ്യും? എനിക്ക് ഇവയൊക്കെ സൂക്ഷിച്ചു വെക്കുവാൻ സ്ഥലമില്ലല്ലോ. ആത്മഗതമായി പറയുന്ന അതൊരു ലിറ്റററി ഡിവൈസ് പോലെ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആത്മഗതമായി പറയുന്ന ഒരു കാര്യത്തിൽ ആദ്യം തന്നെ ക്രൈസിസ് അവതരിപ്പിക്കുന്നു. അതിനുശേഷം അയാൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും എൻ്റെ വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. ഇതാണ് അയാളോട് തന്നെ പറഞ്ഞ ഒരു കാര്യം. എന്താണ് ഈ വാക്കുകളുടെ പ്രശ്നം? എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ വാക്കുകളിൽ ഞാൻ, എൻ്റെ എന്ന വാക്കുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അതിങ്ങനെയാണ്, ഞാനെന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ, എൻ്റെ ധാന്യം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൻ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് മാറുന്നു. അഗ്രസീവ് സെൽഫ് സെൻറ്റേഡ്നെസ്, ആക്രമണോത്സുകമായ സ്വാർത്ഥത എന്ന് വിളിക്കാവുന്ന ഒരു വാക്കാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, വിളവ് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ഒരു വിളവ് ലഭിക്കുമ്പോൾ ഇയാൾക്ക് കൃതജ്ഞതയില്ല. ഈ വാക്കിൽ ഞാൻ എന്നത് കുടിയേറിയിരിക്കുമ്പോൾ, അതുമാത്രം നിറഞ്ഞിരിക്കുമ്പോൾ, അത് ഉള്ളിലും പുറത്തും, ഉള്ളിൽ നിന്ന് ദൈവം പുറത്താക്കുന്നത് പോലെ ഞാൻ നിറഞ്ഞിരിക്കുന്നു, പുറത്തു നിന്ന് സഹോദരന്മാർ, ആവശ്യക്കാർ പുറത്താകുന്നത് പോലെ ഞാൻ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉള്ളിലും പുറത്തും ഒരുപോലെ ഞാൻ എന്ന മനോഭാവം കൊണ്ടു നടന്ന് ദൈവത്തെയും മറ്റുള്ളവരെയും ഇയാൾ അകറ്റിയിരിക്കുകയാണ്. ഇയാളുടെ ഈ ഒരു വിളവിൽ ദൈവത്തിന് സ്ഥാനമില്ല. പിന്നീട് അയാൾ പറയുകയാണ്, ഇനിയുള്ള വർഷങ്ങളിലേക്ക് ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ധാന്യങ്ങളും വിഭവങ്ങളും ഉള്ളതുകൊണ്ട്, എനിക്ക് ധനമുള്ളത് കൊണ്ട് ഞാനിനി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ ജീവിക്കുന്നത്, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ജീവൻ നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ദൈവനിഷേധം, പ്രാക്ടിക്കൽ അത്തൈസം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഇയാൾ കിടക്കുകയാണ്. ഇയാളുടെ പദ്ധതിയിൽ ആവശ്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടേയില്ല. തനിക്ക് ലഭിച്ച അറപ്പുരകൾ വരെ പൊളിച്ചു പണിയേണ്ട അവസ്ഥയിൽ അയാൾ മറ്റാരെയും കണക്കിലെടുത്തിട്ടില്ല. അങ്ങനെ അയാളിലേക്ക് തന്നെ ചുരുങ്ങി ദൈവത്തെയും മറ്റുള്ളവരെയും വകഞ്ഞു മാറ്റി തഴഞ്ഞ് തൻ്റെ തന്നെ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുക്കുന്നു. എന്നിട്ട് അതിൽ ആനന്ദിക്കുവാനും ഭക്ഷിക്കുവാനും കുടിക്കുവാനും ആനന്ദിച്ചുല്ലസിച്ച് ജീവിക്കാനും അയാൾ പദ്ധതിയിടും. ക്യാപിറ്റലിസത്തിൽ, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ച ഒരു വ്യവസ്ഥയാണത്. അതായത് ഒരുപാട് ഗ്ലാസുകൾ നിരത്തി വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ മറ്റ് ഗ്ലാസുകൾ കുറച്ച് നിരത്തി വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ
വീണ്ടും ഗ്ലാസ്സുകൾ, അങ്ങനെ തട്ടായി ഗ്ലാസ്സുകൾ രൂപീകരിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിൽ കുറച്ച് ഗ്ലാസ്സുകൾ മാത്രം. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥ ഇത് പറയുന്നത്, സമ്പന്നർക്ക് ധനം കിട്ടുമ്പോൾ അത് അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയില്ല, അത് അവരുടെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകർന്ന് അങ്ങനെ ഏറ്റവും മുകളിലേക്ക് ധനം വന്ന് വീഴുമ്പോൾ അത് ഏറ്റവും താഴത്തെ തട്ടിലുള്ളവർക്ക് ലഭിക്കുന്നത് വരെ താഴേക്ക് തുളുമ്പി എല്ലാം നിറയും എന്നാണ്. പക്ഷേ നമ്മുടെ മാർപ്പാപ്പ അതിനെ വിമർശിച്ച് പറഞ്ഞത്, അങ്ങനെ ധനികർക്ക് ധനം ലഭിക്കുമ്പോൾ താഴത്തെ തട്ടിലേക്കുള്ള എല്ലാവർക്കുമായി അത് പകർന്ന് ലഭിക്കുന്നില്ല, മറിച്ച് അവരുടെ പാനപാത്രം വീണ്ടും വലുതാകുന്നേ ഉള്ളൂ എന്നാണ്. അതാണ് ഈ ഉപമയിൽ നമ്മൾ കേട്ടത്. ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിയും. ആർത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുതന്നെയാണ് ക്രിസ്തു ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എല്ലാവിധ ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ എന്ന് പറയുന്ന ഒരു കാര്യം. ആർത്തി എന്ന് പറയുന്നത് ആർക്കാണോ അതുള്ളത് അത് അവനെ തന്നെ വിഴുങ്ങും എന്നുള്ളതാണ്. ഡു നോട്ട് അലൗ യുവർ പൊസഷൻസ് ടു ടേക്ക് പൊസഷൻ ഓഫ് യു എന്നാണല്ലോ നമ്മൾ ഒരു താക്കീത് എന്ന രീതിയിൽ പറയാറുള്ളത്. അങ്ങനെ ദൈവം ജീവൻ നിലനിർത്തുന്നത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് വസ്തുവകകളുള്ളത് കൊണ്ടും ഞാൻ പദ്ധതിയിട്ടത് കൊണ്ടും ഞാനിനി തിന്നുകുടിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ദൈവം ഇടപെടുന്നു. അതായത് എപ്പോൾ വരെയാണ് ഇയാളുടെ ആത്മഗതം ഉയർന്നു കേൾക്കുന്നത്? ദൈവം ഇടപെടുന്നത് വരെ. അയാളുടെ ആത്മഗതത്തിൽ ദൈവം ഇടപെട്ട് അതിനെ സംഭാഷണമാക്കി ദൈവത്തിൻ്റെ സ്വരം ഉയരുന്നത് വരെയാണ് അയാൾ പദ്ധതിയിടുന്നത്. ഘോഷ, അങ്ങനെയാണ് ദൈവം അയാളെ വിളിക്കുന്നത്. ഇത് 14-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഉയരുന്ന ഒരു ആശയമാണ്. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഘോഷനായ ഇയാൾ ദൈവമില്ല എന്ന് പറയുന്ന പ്രാക്ടിക്കൽ അത്തൈസം എന്ന്, ദൈവത്തെ കണക്കിലെടുക്കാതെയുള്ള സമ്പത്തിൻ്റെ വിനിയോഗം, സഹോദരരെ ഉൾക്കൊള്ളിക്കാത്ത സമ്പത്തിൻ്റെ വിനിയോഗം, അതിൽ ദൈവം കടന്നു കയറി പ്രവർത്തിക്കുകയാണ്. കോടതി സ്വമേധയാ സുമോത്തു കേസ് എടുക്കുന്നത് പോലെ തന്നെ ദൈവം തനിയെ ഇതിൽ ഇടപെടുകയും അതിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കുന്നവനായി ഈ ഉപമയിൽ മാറുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അറപ്പുരയിൽ നിന്നും അവൻ്റെ ഭാവി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ദൈവം അവൻ്റെ ആത്മാവിലേക്ക് കടന്ന് കയറി പ്രവർത്തിക്കുകയാണ്. ഘോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? അയാൾ ഒരുപാട് പദ്ധതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇറങ്ങി വരുന്നു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. ഇനി മുതൽ അയാൾ ആശ്രയം വെച്ചത് ഒന്നിനും ഉതകുന്നില്ല. അയാൾ സ്വാർത്ഥതയുടെ ഒരു തിരയുണ്ടാക്കി അത് അയാളുടെ ജീവിത തീരത്തെ തന്നെ കവർന്നെടുത്ത് കൊണ്ടുപോയി. ഈ ഉപമയുടെ സൗന്ദര്യാത്മക തലം എന്ന് വെച്ചാൽ വിപരീതാവസ്ഥയിലുള്ളവയെ നേർക്കുനേർ വയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് അയാൾ തൻ്റെ ആത്മാവിന് വേണ്ട വിഭവങ്ങൾ അനേക വർഷങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് തിന്നു കുടിച്ച് ആനന്ദിക്കുവാൻ തീരുമാനിച്ചു. ദൈവം ആവശ്യപ്പെട്ടത് ആത്മാവിനെ ഈ രാത്രി നിന്നിൽ നിന്ന് ആവശ്യപ്പെടും എന്നാണ്. അതായത് അയാൾ പറഞ്ഞു, അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഈ രാത്രി ഇന്ന് എടുക്കപ്പെടും. അങ്ങനെ അനേക വർഷം എന്ന് അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇന്ന് തന്നെ. അയാൾ പറഞ്ഞു, ആത്മാവേ നിനക്ക് വേണ്ടിയെല്ലാം ഒരുക്കിയിരിക്കുന്നു. ദൈവം പറഞ്ഞു, ആത്മാവിനെ ഞാൻ ആവശ്യപ്പെടും. പിന്നെ അയാൾ പറഞ്ഞത്, ഒരുക്കി വെച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, അവ ആരുടേതാകും? എന്നിട്ട് അവസാനം പറയുകയാണ്, ദൈവസന്നിധിയിൽ സമ്പന്നനാകുക, അതിന് നേർവിപരീതമായി അവനവന് വേണ്ടി ധനം സ്വരൂപിക്കുക, സ്വയം സമ്പന്നനാകുക. അങ്ങനെ അയാളെ ശൂന്യതയിലേക്ക് ദൈവം തള്ളിവിടുകയാണ്. ഈ രാത്രി ആത്മാവിനെ ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരു ശാരീരിക മരണം എന്ന് മാത്രം നമ്മൾ കണ്ടാൽ പോരാ, മറിച്ച്
ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജീവിതം, ടു എക്സിസ്റ്റ് ആൻഡ് ടു ലിവ്, രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവം അയാളുടെ ജീവിതത്തിൽ നിന്ന് ജീവരസത്തെ ചോർത്തിയെടുക്കുന്നു. അങ്ങനെ അത് നഷ്ടപ്പെട്ട രീതിയിൽ അയാൾ ഇനിയും ഒരുപക്ഷെ ജീവിച്ചേക്കാം. അതായത് ഇവിടെ പറയുന്ന മരണം എന്നത് പറയുന്നത് ഇഹലോകവാസം വെടിയുന്ന ഒരു കാര്യം മാത്രമല്ല, സമ്പത്തിൽ അഭിരമിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം, അതിൻ്റെ അന്തസത്ത, അതിൻ്റെ സാഫല്യം, അതിലേക്ക് അവർ കടക്കുകയില്ല എന്ന് തന്നെയാണ് ഉപമ തീർത്തു പറയുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ ധനികൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആരെ ഉദ്ദേശിച്ചാണ്? അല്പം ധനം സ്വന്തമായിട്ടുള്ള സമ്പത്ത് കൈവശമുള്ള ഒരാളാണോ? അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ ഒരാളെക്കുറിച്ചാണോ? അല്ലെങ്കിൽ ഭാവി ജീവിതത്തിനു വേണ്ടി കരുതൽ ധനം സൂക്ഷിക്കുന്ന ഒരാളെക്കുറിച്ചാണോ? അങ്ങനെയല്ല. ഈ സുവിശേഷ ഭാഗത്ത് ധനികൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ, ദൈവത്തെ പരിഗണിക്കാത്തവൻ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ വസ്തുക്കളുള്ളത് കൊണ്ടും ഞാൻ തീരുമാനമെടുക്കുന്നതാണെന്നും വിചാരിക്കുന്നവൻ. രണ്ടാമത്തേത്, മറ്റു മനുഷ്യരുടെ ആവശ്യക്കാരുടെ അവരോട് അനുകമ്പാപൂർവമായി പെരുമാറാൻ കഴിയാത്തവൻ, സ്വാർത്ഥമായി മാത്രം ആർത്തിയാൽ വിഴുങ്ങപ്പെട്ട് ജീവിക്കുന്നവൻ, മറ്റുള്ളവരെ കണക്കിലെടുക്കാത്തവൻ എന്നാണ്. പങ്കുവയ്ക്കാത്തവനാണ് ധനവാൻ, സമ്പന്നൻ. അങ്ങനെ അത്യാഗ്രഹമുള്ള, പങ്കുവയ്ക്കാത്ത, ദൈവത്തെ കണക്കിലെടുക്കാത്ത വ്യക്തിയാണ് സമ്പന്നൻ. അങ്ങനെ നോക്കുമ്പോൾ പണം വിനിമയം ചെയ്യാൻ ഇല്ലാത്തവർ പോലും സുവിശേഷം പറയുന്ന ധനികൻ എന്ന കാര്യത്തിലേക്ക് എടുത്ത് മാറ്റപ്പെടും. ധനികൻ എന്ന് വെച്ചാൽ സുവിശേഷത്തിലുടനീളം ദൈവത്തെ കണക്കിലെടുക്കാത്ത, മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നവനാണ്. പ്രിയമുള്ളവരെ, അത്തരം ആഘോഷങ്ങളിൽ അത്തരം ആഘോഷങ്ങൾ എപ്പോഴും ശൂന്യതയിലേക്ക് എത്തുന്നു. അത്തരം ഉല്ലാസങ്ങൾ എപ്പോഴും പൊള്ളയായിത്തീരും. കാരണം അതിൻ്റെ അവസാനം ഭോഷ എന്നുള്ള ദൈവത്തിൻ്റെ വിളി ഉയരും. വചനജായ 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 വചനജായ